അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിന്റെയും ബൂച്ച് വിൽമോറിന്റെയും മടക്കയാത്രാ ദൌത്യം ആരംഭിച്ചു. സ്പേസ് എക്സ് ഡ്രാഗൺ പേടകവും ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടമടയ്ക്കുന്ന ഹാച്ച് ക്ലോഷർ തുടങ്ങി വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പ്രജിൻ, ഈ ദൌത്യത്തിന് തുടക്കമായല്ലോ, എപ്പോഴാണ് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രജിൻ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ക്രൂ ഡ്രാഗൺ 9ന്റെ ഒരു ഘട്ടമുള്ളത്. ഇപ്പോൾ ബുച്ച് വിൽമോറും ഒപ്പം സുനിത വില്യംസും അടങ്ങുന്ന 4 പേരെയും വഹിച്ച് ഭൂമിയിലേക്ക് തിരികെയുള്ള യാത്ര, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ ഹാഷ് ക്ലോഷർ പ്രോസസ് എന്ന് പറയുന്ന ഘട്ടം. അതായത് നമുക്കറിയുന്നത് പോലെ ക്രൂ 9 എന്ന് പറയുന്ന പേടകത്തിലാണ്, സ്പേസ് എക്സിന്റെ പേടകത്തിലാണ് ഈ 4 പേരും ഭൂമിയിലേക്ക് തിരികെ വരാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹാഷ് ക്ലോഷർ. അതായത് നേരത്തെ തന്നെ സെപ്റ്റംബർ മാസത്തിലാണ് ഈ ക്രൂ 9 പേടകം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യപ്പെട്ടത്. ആ മാസം തൊട്ട്, സെപ്റ്റംബർ മാസം തൊട്ട് ആ പേടകം അവിടെ ഡോക്ക് ചെയ്യപ്പെട്ട നിലയിലുമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ സ്റ്റേഷനകത്തുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തുള്ള 4 പേർ ഈ പേടകത്തിനകത്തേക്ക് കയറേണ്ടതുണ്ട്. അതിനായുള്ള അതിന്റെ വാതിൽ തുറക്കൽ പ്രോസസ് എന്ന് വേണം പറയാം. അത് നടന്നു കഴിഞ്ഞു. അതിനുശേഷം ഈ 4 പേരും ഈ പേടകത്തിനകത്തേക്ക് കടന്ന് അതിനെ അടച്ച് അടയ്ക്കുന്ന പ്രോസസ്സാണ് ഹാച്ച് ക്ലോഷർ പ്രോസസ്. ആ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് മടക്കയാത്ര തുടങ്ങുക. എല്ലാ കാര്യങ്ങളും കൃത്യമായി അത് ഏത് രീതിയിലാണോ നടത്തേണ്ടത് അത് പൂർത്തിയായിട്ടുണ്ട് എന്ന് നാസയുടെ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആരൊക്കെ ഈ 4 പേർ, അതായത് ബുച്ച് വിൽമോറും സുനിത വില്യംസും അടക്കമുള്ള ഈ 4 പേർ ഭൂമിയിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പുള്ള ക്രമീകരണങ്ങൾ, അതൊന്ന് സ്പെഷ്യൽ സ്യൂട്ട് ഉണ്ട് അവർക്ക്, തിരികെ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ധരിക്കേണ്ട സ്പെഷ്യൽ സ്യൂട്ട്, അത് ധരിക്കുക. പിന്നീട് അത്യാവശ്യം ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. നാസ ഇതിനെ വളരെ കൃത്യമായി പറയുന്നത് ഇതൊരു ഷിഫ്റ്റിംഗ് പ്രോസസ് മാത്രമാണ്. അതായത് 4 പേർ അവിടെ പോയി 4 പേർ തിരികെ ഭൂമിയിലേക്ക് മടങ്ങുന്നു. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന റൂട്ടീൻ പ്രോസസ്സാണ്. അതിന് അധികമായി ഒന്നുമില്ല എന്ന് വളരെ ലളിതമായി നാസ ഇതിനെ വിവരിക്കുന്നുണ്ടെങ്കിലും സുനിത വില്യംസും ബുച്ച് വിൽമോറും കഴിഞ്ഞ 8 മാസത്തിൽ അധികമായി അവിടെ തങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മടക്കയാത്രയ്ക്ക് പ്രാധാന്യവുമുണ്ട്. സെപ്റ്റംബർ മാസം മുതലുള്ള അവരുടെ അനുഭവങ്ങൾ അതെല്ലാം തന്നെ അവർ കഴിഞ്ഞ ദിവസം വിവരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സ്പ്ലാഷ് ഡൗൺ, അതായത് കടലിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു മടക്കയാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ പുലർച്ചയോടുകൂടി ഏതാണ്ട് 4:30 തന്നെ ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കും എന്നാണ് നാസ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ യാത്ര ഉടനീളം നാസ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. 24 ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും. അല്പസമയത്തിനകം ഈ യാത്ര തുടങ്ങും എന്ന വിവരം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ ഹാച്ച് ക്ലോഷർ പ്രോസസ്സാണ്. അതിന് മുന്നോടിയായുള്ള അവരുടെ ഒരുക്കങ്ങളും അതെല്ലാമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്, പ്രജിൻ സി കണ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.